115 സങ്കീർത്തനത്തിലെ ചിന്തകൾ ധാരാളം ഉണ്ടെങ്കിലും ദൈവജനത്തെ പരമാർത്ഥ ഹൃദയത്തെ ഓർപ്പിച്ചുണർത്താനുള്ള ഒരു ചിന്ത ഞാൻ വായിച്ചു തുടങ്ങിയ 9-ാമത്തെ വാക്യം തൊട്ടൊന്ന് വായിക്കുക. ഇസ്രായേലെ യഹോവയിൽ ആശ്രയിക്കുക. ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുക. യഹോവയിൽ ആശ്രയിക്കുക. ആരൊക്കെ യഹോവയിൽ ആശ്രയിക്കണം? ദൈവത്തിന്റെ ജനം, അതാണ് ഇസ്രായേൽ മക്കൾ. അവർ യഹോവയിൽ ആശ്രയിക്കണം. അഹരോൻ, കർത്തൃദാസന്മാർ, ദൈവദാസന്മാർ, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവർ, അവർ ആരിൽ ആശ്രയിക്കണം? യഹോവയിൽ ആശ്രയിക്കണം. ദൈവഭക്തന്മാർ, അവരിൽ ആരിൽ ആശ്രയിക്കണം? യഹോവയിൽ ആശ്രയിക്കണം. ഇവിടെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? ദൈവത്തിന്റെ ആശ്രയം ഇല്ലാതെ ദൈവജനത്തിനോ ദൈവഭക്തന്മാർക്കോ ശുശ്രൂഷകന്മാർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. അതൊന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആശ്രയം കർത്താവിലേക്കൊന്ന് മാറ്റണം. അതൊന്ന് പഠിക്കാൻ പോവുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠം മറ്റൊന്നുമല്ല, ദൈവത്തിലുള്ള ആശ്രയം. അപ്പൊ ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് 3 കാര്യങ്ങൾ പറയാം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. എത്ര വട്ടം പാടിയുണ്ട്? 1000 പ്രാവശ്യം പാടിക്കാണും. ഞാൻ ചിന്തിക്കുന്നത് 1000 പ്രാവശ്യമെങ്കിലും നമ്മൾ പാടിയിട്ടുണ്ട്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമ്മൾ ആശ്രയിക്കുന്ന കർത്താവിലാണ്. ട്രസ്റ്റ് ഇൻ ഗോഡ് മീൻസ് സേഫ്റ്റി. ഞാൻ വാക്യമൊക്കെ എഴുതി വയ്ക്കാറുണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ വാക്യം. ട്രസ്റ്റ് ഇൻ ഗോഡ് മീൻസ് സേഫ്റ്റി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൽ ആശ്രയിക്കുക. പക്ഷേ ആശ്രയത്തിൻ്റെ ഒരു വ്യവസ്ഥയൊക്കെ ഉണ്ട്, അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൽ ആശ്രയിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ 3 തരം ആശ്രയം പ്രധാനപ്പെട്ട് തിരിച്ചു കഴിഞ്ഞാൽ 3 തരം ആശ്രയമുണ്ട്. 1 ദൈവാശ്രയം, 2 മനുഷ്യാശ്രയം, 3 സ്വയാശ്രയം. സ്വയാശ്രയക്കാരുടെ ഗതി ഇങ്ങനെയാകുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ 3 തരം ആശ്രയമുണ്ട്. 1 ദൈവത്തിലുള്ള ആശ്രയം. ചില കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിലൊന്നും ആശ്രയിക്കില്ല, മനുഷ്യരിൽ ആശ്രയം വയ്ക്കും. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ ഓർക്കുക, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചത് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടി. റെക്കമെൻഡേഷന് വേണ്ടി പറയാൻ ഞങ്ങൾക്ക് ആരുമില്ല, ഒരാൾ പറയാനില്ല. അവിടെ എത്രയോ പേര് നിൽക്കുന്നു, ഒരു പോസ്റ്റ് മാത്രം നിൽക്കുമ്പോൾ അവരെ മാറ്റി നിർത്തി അവർക്ക് കിട്ടാത്ത ഒരു ജോലി കിട്ടണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. റെക്കമെൻഡേഷൻ ഒത്തിരി പേരെ ഭാഗത്തുനിന്ന് വരുന്നതിനടുത്ത് പറയുക, മനുഷ്യരിൽ ആശ്രയം വെക്കാതെ, ഒരാളോട് പോലും വിളിച്ചു പറയിക്കാതെയോ പറയാനോ ഇടപെടാതെ ഞങ്ങളുടെ ആശ്രയം കർത്താവിലാന്ന് പറഞ്ഞിട്ട് ഒന്ന് പോകുമ്പോൾ അവനവരുടെ സഹായവും പരിചയമാകുന്നു. കർത്താവ് നമ്മുടെ സഹായവും പരിചയമായിട്ടും മാറുന്നത് അവിടെയാണ്. എന്നാൽ നമ്മളെന്താ ചെയ്യുന്നത്? മനുഷ്യരിൽ ആശ്രയിക്കാനായിട്ട് പോകും. മനുഷ്യരുടെ സഹായം വ്യർത്ഥമാണ്. മനുഷ്യരിൽ ആശ്രയിക്കരുത്. സഹായിക്കാൻ കഴിയാത്ത പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. പക്ഷെ നമ്മൾ മിക്കവാറും എപ്പോഴും ആശ്രയിക്കുന്ന ആരില്ല. ഇനി ഒന്നും കൂടെ ഗൗരവത്തിൽ പറയാൻ പോവുകയാണെ, വിഷമം വിചാരിക്കരുത്. പ്രാർത്ഥനയ്ക്ക് പോലും വേറെ ആളെ ആശ്രയിക്കാൻ പാടില്ല. ശരി, ഒന്ന് ആലോചിച്ച്. ഒരു പ്രാർത്ഥനാ സഹായം പോലും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ദൈവവുമായിട്ട് നല്ലൊരു ആശ്രയബന്ധം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞ കേൾക്കില്ലേ? പാസ്റ്റർ പ്രാർത്ഥിച്ചാലേ കേൾക്കുള്ളൂ? പാസ്റ്റർ എന്താ അന്വേഷണത്തിനാണ്? ചിന്തിക്കല്ലേ? ഞാനൊരു പാവിയും ദോഷിയാണെങ്കിൽ പോലും എന്നോട് മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവമാണ്. ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ശരിയാണോ? സങ്കീർത്തനം 25:5 വായിച്ചേ. സാംസ് 25:5. അവർ നിങ്കിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. അവർ, ഞാൻ അപ്പോൾ അതിനൊരു സ്ട്രെസ് കൊടുക്കുകയാണ്. ആരൊക്കെയാണോ കർത്താവിൽ ആശ്രയിക്കുന്നത് അവർ ലജ്ജിച്ചു പോകില്ല. അവർ ലജ്ജിച്ചു പോകില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നവരൊക്കെ ലജ്ജിച്ചു പോയെന്ന് വരാം. അനുഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. അവരോട് ചോദിച്ചതും ഇവരോട് ചോദിച്ചതും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും, പറയേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ആരും ലജ്ജിച്ചു പോയിട്ടില്ലെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പോവുക. ദൈവമക്കളെ, ഇത് തിരുവചനാട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലജ്ജിക്കാതെ ദൈവം നമ്മുടെ സഹായവും പരിചയമായി വരുന്നത് കാണാനായിട്ട് കഴിയും. സഹായം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്,
പരിച എന്ന് പറഞ്ഞാൽ ദുഷ്ടനെ തടുത്തു നിർത്തുക. നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ ആരില്ല, ദുഷ്ടനാ. അപ്പോൾ കർത്താവിൻ്റെ പരിചയം അവിടെ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ദുഷ്ടന് പിന്നെ പ്രവർത്തിക്കാൻ പറ്റില്ല. ആധിപത്യം പിന്നെ ആരുടെയായി? ദൈവത്തിൻ്റെ ആധിപത്യം. ദൈവാധിപത്യം അല്ലാതെ മറ്റൊന്നും നടക്കില്ല. പിന്നെ കർത്താവിന് സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല, ഒരിക്കലും പരാജയപ്പെട്ടു പോവില്ല. യിരെമ്യാ പ്രവചനം 17:5 വാക്യം ഒന്ന് വായിക്കാവൂ. മറ്റൊരാള് അപ്പോസ്തല പ്രവൃത്തി 14:3 കൂടെ എടുത്തുക്കണേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യരിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി യഹോവയെ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ. പ്രശ്നം മനസ്സിലായി? ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യരിൽ ആശ്രയിച്ചിട്ട് അവന്റെ ഹെൽപ്പ് ചോദിക്കാൻ ആരെങ്കിലും നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടില്ല. പകരം എന്താ കിട്ടാൻ പോണത്? ശാപം. നമുക്ക് പറ്റിയ പരാജയം മനസ്സിലായി? ദൈവമക്കളെ, പേര് കൃപയിലാണെന്നും ദൈവകൃപയിൽ ആശ്രയിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പാട്ട് പാടിയിട്ടും നന്മയൊന്നും അനുഭവിക്കാത്തതിന്റെ കാരണമാണ് വിളിച്ചു പറഞ്ഞത്. പ്രവാചകനിലൂടെ വിളിച്ചു പറയുന്ന പ്രവചന ശബ്ദമാ. മനുഷ്യരിൽ ആശ്രയം വെച്ച് അവരുടെ ഭുജമാണ് നമുക്ക് ബലം എന്നൊക്കെ തോന്നി അവരുടെ ഒരു കൈസഹായമൊക്കെ ചോദിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവമക്കളെ പരാജയപ്പെട്ടു. ദൈവിക അനുഗ്രഹത്തിന് പകരം ശാപം കിട്ടുമെന്ന് വേണ്ട. നമുക്ക് ആവശ്യം ദൈവത്തിന്റെ സഹായവും ആ കരുതലും അനുഗ്രഹമാണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയം വെക്കണം. പഴയ നിയമ ഉപദേശമൊന്നും അല്ല കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ച്. ആക്ട്സ് ചാപ്റ്റർ 14:3. കർത്താവിൽ ആശ്രയിച്ചു. ഒരു മിനിറ്റ് നിന്നിട്ട് പോണേ, വാക്യം മുഴുവനാക്കാൻ പറ്റേ. അവിടെ വളരെ കാലം പാർത്തു. ദൈവമക്കളെ, നമ്മൾ എവിടെ പാർക്കുകയാണെങ്കിൽ ആരിൽ ആശ്രയിക്കണം? നമ്മളിവിടെ കൊണ്ടുവന്നവരിൽ ആശ്രയിക്കരുതെന്ന്. അയ്യോ, നമ്മളെയൊക്കെ കൊണ്ടുവന്നത് പലരും നമ്മളെ ഹെൽപ്പ് ചെയ്താൽ നമ്മളിവിടെ എത്തിയത്. ശരിയാ, അതുകൊണ്ട് നമുക്ക് വിധേയത്വമൊക്കെ ഉണ്ടാകും. പക്ഷെ ആശ്രയിക്കരുത്. ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പറയുക. ആശ്രയിക്കരുത്, അവരൊന്നും ആശ്രയിക്കരുത്. അവരൊന്നും ഹെൽപ്പ് ചെയ്യില്ല. അവർ നമ്മൾ ചിന്തിക്കുക പോലും വരുത്. എന്നിട്ട് പറയുന്ന വാക്യം എന്ന് വെച്ച്, നിങ്ങളവിടെ വളരെ കാലം പാർത്തു, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. സ്തോത്രം. ദൈവങ്ങളെ, കർത്താവിൽ ആശ്രയിക്കാതെ പ്രസംഗിക്കാൻ പോലും നേരം ചെയ്യാൻ പറ്റില്ല. പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കണോ? കർത്താവിൽ ആശ്രയിച്ചിട്ട് വേണം ഓരോ ദൈവദാസന്മാരും ദൈവമക്കളും തിരുവചനം എടുത്ത് പറയാം. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതിന്റെ കാര്യം മനസ്സിലായോ? കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ലഭിച്ച നന്മ വിളിച്ചു പറയാൻ ഒരു വേടിയില്ല. പ്രാഗൽഭ്യമുണ്ട് എനിക്ക്. കാരണം എന്താ പ്രാഗൽഭ്യം? കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണ്, അങ്ങനെ തന്നെ പ്രവർത്തിക്കും. എൻ്റെ ജീവിതത്തിൽ ചെയ്തു, എൻ്റെ കുടുംബത്തിൽ ചെയ്തു എന്ന് പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ ഭാഗമൊന്നും പറയില്ല, വിട്ടുകളയും. എന്നാൽ പ്രാഗൽഭ്യം ലഭിക്കുന്നത് അപ്പോൾ പറയാം എന്ന് പറഞ്ഞ് മാറ്റിക്കളയാനേ പറ്റൂ. അടുത്ത ഭാഗം വായിച്ച്. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്ന്. അവിടെയാണ് എനിക്ക് കേൾക്കേണ്ട കാര്യം. ഈ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രസംഗിക്കുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട്, അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ ചിലത് നടക്കാൻ പോവുക. അവരുടെ കയ്യാൽ അത്ഭുതങ്ങളും ദൈവങ്ങളെ, ഈ വചനത്തിന്റെ ശക്തിയെ പറഞ്ഞത്. ഇന്ന് ഈ തിരുവചനം ഇവിടെ ശുശ്രൂഷിച്ച് ദൈവജനം ഏറ്റെടുത്താൽ ദൈവജനം എടുത്ത് പോകുന്നതിന് മുമ്പ് ചില വരവും കൊണ്ടേ പോകുള്ളൂ. വേണോ യെസ് ലോഡ് എന്ന് പറഞ്ഞേ. യെസ് ലോഡ്, കർത്താവേ എനിക്ക് വേണം നാഥാ, ഈ വരം എനിക്ക് വേണം. അങ്ങ് തരാൻ തയ്യാറാ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വചനം പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുമ്പോൾ അതൊന്ന് ആമേൻ പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചാൽ കർത്താവ് പറയുക വരം തരാന്ന്, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനുള്ള വരം അവർക്ക് നൽകാന്ന്. ദൈവമക്കളെ, നമുക്കിന്ന് വരം പ്രാപിച്ച് കടന്നു പോകണം. അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കാൻ പോവുക. ചെറിയ അത്ഭുതങ്ങളൊന്നും അല്ല കേട്ടോ. ഞാനതൊന്നും പ്രതീക്ഷിക്കുന്ന ചെറുതൊന്നുമല്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം വലിയവൻ. ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാണെങ്കിൽ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. നമ്മുടെ കർത്താവിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കുക. അറ്റംപ്റ്റ്. കർത്താവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എളിയവനായി എനിക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയണം. വില്ലിങ്കേറി പറഞ്ഞതാ. അത് അട്ടം വിളിച്ചു പറഞ്ഞു. കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചെറുതൊന്നും പ്രതീക്ഷിക്കേണ്ട, വലിയ തന്നെ പ്രതീക്ഷിക്കണം. കാരണം വരം തരുന്ന ദൈവം ഇന്ന് അനുഗ്രഹിക്കും. എന്താ കാരണം? കർത്താവിൽ ആശ്രയിക്കാൻ പഠിച്ചാൽ മതി.
സങ്കീർത്തനം 34:12 പറയുന്ന സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, ശരിയാണോ? അവനെ ഭാഗ്യവാൻ. കർത്താവിൽ ആശ്രയിച്ച മനുഷ്യൻ ശരിക്കും ഭാഗ്യവാൻ. മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞതൊക്കെ അതാ. കർത്താവിൽ ആശ്രയിച്ചപ്പോൾ കിട്ടിയത് ഞാനൊരു ഭാഗ്യവാനാണ്. എനിക്ക് കിട്ടിയതൊരു ഭാഗ്യമല്ലേ? എൻ്റെ അനുഭവങ്ങളൊരു ഭാഗ്യമല്ലേ? എന്താ കാരണം? പലർക്കും ലഭിക്കാത്ത കിട്ടിയ ഭാഗ്യം ലോട്ടറി അടിച്ച പോലെ കിട്ടിയത് പലതും. എന്താ കാരണം? കർത്താവിൽ ആശ്രയിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ധൈര്യത്തോടെ പറഞ്ഞത്, കർത്താവിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ, വേറെ മാർഗമൊന്നുമില്ല. വിഷയം എന്തു ആകട്ടെ, കർത്താവിൽ ആശ്രയിക്കണം. ഒരു ഉദാഹരണം വേണമെങ്കിൽ ജീവിതത്തിൽ നിന്ന് പറയാം. ഇവിടെ വന്നപ്പോൾ 2 വർഷത്തിനാണ് ഞാൻ റെന്റിന് അപ്പാർട്ട്മെന്റ് എടുത്തത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ ലീസ് ഞാൻ പുതുക്കില്ല. 2 വർഷത്തേക്ക് എടുത്ത് ലീസ് ഞാൻ പുതുക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടുന്ന് മാറാൻ പോവുക. മാറുന്നത് സ്വന്തം വീട്ടിലേക്കായിരിക്കും. എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ല. നമ്മൾ അങ്ങനെ പറയണമെങ്കിൽ ആദ്യം നമ്മൾ ആശ്രയിക്കുന്ന ആരിലായിരിക്കും എന്നറിയാമോ? ധനത്തിൽ ആശ്രയിക്കും. കയ്യിൽ മണി ഉണ്ടെങ്കിൽ നമുക്ക് വലിയ വിഷമം തോന്നില്ല. പറയാൻ നിൽക്കൊന്നുമില്ല, കാശങ്ങ് മുടക്കിങ്ങ് മേടിക്കും. എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. എൻ്റെ അക്കൗണ്ടിൽ $17,000 ഉണ്ടായിരുന്നു വീട് മേടിക്കാൻ. ഞാൻ വീട് മേടിക്കാൻ പോകാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ച് പരിഹസിച്ചു. അവരെല്ലാവരും എന്നെ പരിഹസിക്കുക. വന്നൊരു 10 കൊല്ലം കഴിയാതെ ഒന്നൊരു വീട് മേടിക്കാൻ പറ്റില്ലടോ. എന്നോട് പറഞ്ഞതാ, മിക്കവാറും പേര് പറഞ്ഞു, ഒരു 10 കൊല്ലെങ്കിലും കഴിഞ്ഞാതെ പറ്റില്ല. അടുത്ത പറഞ്ഞു, മിനിമം ഒരു 2 ലക്ഷം രൂപയെങ്കിലും കയ്യിലില്ലാതെ അതിൻ്റെ എന്താ പറയുക, ഡൗൺ പേയ്മെന്റ് പോലും ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വീട് മേടിക്കും. സ്തോത്രം. കഥ വിവരിക്കേണ്ട കാര്യമില്ല, നടന്ന സംഭവമാണ്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഡൗൺ പേയ്മെന്റ് ഇടാൻ 17,000 പോരാ, $27,000 വേണമായിരുന്നു. എനിക്ക് 3 പേര് ചെക്ക് തന്നു. എൻ്റെ ആധാരം ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ 3 പേരെ ചെക്ക് തിരിച്ചു കൊടുത്തു. ഇതൊക്കെ എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിവരിക്കുക. അത് സഭായത്തിന് വിവരിക്കേണ്ട കഥയല്ലല്ലോ. അതുകൊണ്ട് പറയുന്നത്, കാരണം ആശ്രയിച്ചത് ഇവരിലൊന്നും ആശ്രയിച്ചില്ല. ആശ്രയിച്ചത് ആരെയും കണ്ടിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ അവനവരുടെ സഹായവും, ആരെ സഹായിച്ചത്? അവനവരുടെ സഹായം അവനവരുടെ പരിചയമായിട്ട് മാറും. അനുഭവിച്ചുകൊണ്ട് പറയാ ദൈവമക്കളെ, ഇത് എക്സ്പീരിയൻസ് ചെയ്യേ. ഇല്ലെങ്കിൽ നമുക്കെന്തിന് ക്രിസ്ത്യ ജീവിതം കൊണ്ട് എന്താ പ്രയോജനം? വരിക, പ്രാർത്ഥിക്കുക, പോവുക, ഒരു ഗുണമില്ല. ദൈവം ഉണ്ടോ? ആ കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവമാണോ? ആ ജീവനുള്ള ദൈവമാണോ? അറിയില്ല. നമ്മുടെ മക്കൾക്ക് അറിയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നതും ദൈവം നമ്മുടെ സഹായമായിട്ട് പരിചയമായിട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയല്ലായിരുന്നോ? അവർക്ക് ആശ്രയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, റെക്കമെൻഡ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, MLA ഉണ്ടായിരുന്നില്ല, MP ഉണ്ടായിരുന്നില്ല, മന്ത്രിമാരും ഉണ്ടായിരുന്നില്ല, ഒരാളും ഇല്ല. ഇന്ന് സിറ്റുവേഷൻ മാറി. എല്ലാവരും സഹായത്തിന് ഓടി വരുന്നവരൊക്കെ തുടങ്ങിയപ്പോ ചിന്താഗതി മാറി. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും കാണുന്നത് എന്താണെന്നറിയോ? കർത്താവിന്റെ സഹായമൊന്നും അവർ കണ്ടിട്ടില്ല. കർത്താവ് ഇടപെടുന്നതും കർത്താവ് പ്രവർത്തിക്കുന്നതും അവർ കണ്ടിട്ടില്ല. അവരകന്നു പോകും. അതോർത്ത് ഞാൻ നിലവിളിക്കുന്നത്. അത് വരാതിരിക്കണമെങ്കിൽ ദൈവമക്കളെ നമ്മളൊന്ന് ശീലിക്കട്ടെ. ഈ തിരുവചനങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലാക്കി നോക്ക്. ഈ വർഷം വരാൻ പോകുന്ന മാറ്റം ഞാൻ വിളിച്ചു പറയാൻ പോവുക. അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ നിരനിരയായിട്ട് നിങ്ങൾ പറയും. അപ്പൊ ചിലര് പറയും, പാസ്റ്റർ ഭൗതികം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൗതികം ഇല്ലേ? എന്റെ ദൈവം വീക്കാണോ? കർത്താവ് നമ്മുടെ ഭൗതിക മേഖല തൊടില്ലേ? ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ദൈവം ആത്മീക മേഖല മാത്രമല്ല, ഭൗതിക മേഖലയും ജീവനും ഭക്തിക്കും വേണ്ടുന്നത് എല്ലാം 2 സൈഡ് ഒരുപോലെ ദൈവം നടത്തി തരാൻ വിശ്വസ്തനാ. നിങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കേ. വേറെ തിയോളജി ഒന്നും കയറ്റി വെക്കല്ലേ. സ്തോത്രം. നമ്മൾ ആത്മീകമായത് മാത്രം ചിന്തിച്ചാൽ മതി. അത് ആത്മീകമായതാണ്. എന്താ ആത്മീകമായത്? എന്റെ കർത്താവ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ദൈവത്തെ കുറിച്ചൊന്ന് വിശ്വസിക്കുക. സ്തോത്രം. ഇനി ആശ്രയിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ 1-2 പറയാം. 13-ാം സംഘത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കും. നമ്മൾ ആശ്രയിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരിക. 1, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കണം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ 34-ാം സംഘത്തിനും 12-ാം വാക്യത്തിൽ, സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. അപ്പൊ നമ്മൾ ആശ്രയിക്കുന്ന ആരില്ല വേണോ? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ദാവീദിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ നാമത്തിന്റെ ശക്തി നമുക്ക് വേണമെന്നേ.
കാരണം നമ്മൾക്ക് പോരാട്ടമുണ്ട്, യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ തീയമ്പുകളൊക്കെ ഉണ്ട്. വിശ്വാസം എന്ന പരിചയമെടുത്ത് പഠിച്ചോണ്ടിരിക്കുക. ദുഷ്ടന്റെ തീയമ്പുകളൊക്കെ കെടുക്കണം. പരിചയ വേണോ? അവനിൽ ആശ്രയിച്ചേ പറ്റൂ. അവനിൽ ആശ്രയിക്കണം. അപ്പൊ സൈന്യങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കണം, കരുണയിൽ ആശ്രയിക്കണം. പിന്നെ 52-ാം സംഖ്യത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ദൈവത്തിന് ദയയിൽ എന്നും എന്നേക്കും ആശ്രയിക്കുന്നു. എല്ലാ ദിവസവും ആശ്രയിക്കേണ്ട ഒരു കാരണമുണ്ട്. ദൈവത്തിന്റെ ദയയിൽ എല്ലാ ദിവസവും ആശ്രയിക്കണം. ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ. വിലാപം പറയുന്നത് അങ്ങനെ, വിലാപത്തിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറഞ്ഞങ്ങനെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന അവിടുത്തെ ദൈവം ഒന്ന്. അവിടെ എല്ലാ ദിവസവും രാവിലെ തോറും അവിടുത്തെ ദയ പുതുക്കി തരും. അവന്റെ ദയ നമുക്ക് പറ്റും പരിച. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കണം. ഞാനെങ്ങനെ പറഞ്ഞു പോയാൽ എവിടെ എത്തില്ല. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. 56-ാം സങ്കീർത്തനം 4-11 വാക്യങ്ങൾ കാണാനായിട്ട്. ഇനി ഞാൻ ആശ്രയിക്കാനുള്ള മെത്തേഡ് പറഞ്ഞ് ഞാൻ നിർത്താം, സമയം പോയി. അതേ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ചാൽ മതി ഞാൻ ഏതൊക്കെ കാര്യത്തിൽ ആശ്രയിക്കണം. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞ ജീവിതത്തിന്റെ സർവ്വ കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കും. ഇനി ആശ്രയിക്കേണ്ട മെത്തേഡ് പറയാൻ പോവാണേ. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം, 37-ാം സങ്കീർത്തനം 5-ാം വാക്യം, 37:5. നിന്റെ വഴി യഹോവയെ വരവേൽപ്പിക്കുക, അവനിൽ തന്നെ, ഒന്നുകൂടെ പറഞ്ഞ, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത്. അത് ഡെഫിനിഷൻ. ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ട വചനം ഇതാ. ഒരു വാക്തത്വചനമായിട്ട് നമ്മൾ കോറി വെക്കണമെങ്കിൽ, ഹൃദയത്തിൽ കോറി വെക്കേണ്ട വചനം ഇതാണ്. 37-ാം സങ്കീർത്തനം 5-ാം വാക്യം, നിന്റെ വഴി യഹോവയെ ആശ്രയിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നമ്മുടെ പ്ലാൻ ആരുടെയും കൊടുക്കണം. അളിയന്മാരിലെ കൊടുക്കണോ? വെങ്കന്മാരെ കൊടുക്കണോ? ആരെ ഏൽപ്പിക്കേണ്ടത്? നിന്റെ പ്ലാൻ, നിന്റെ ആഗ്രഹം അത് കർത്താവിൽ കൊടുക്കുക. എന്നിട്ട് അവരെ കൂടെ ആശ്രയിക്കുക. അല്ല, അവനിൽ തന്നെ. അവന്റെ കയ്യിൽ പ്ലാൻ കൊടുത്തിട്ട് വേറെ ആളെ ആശ്രയിക്കരുത്. അവന്റെ കയ്യിൽ പ്ലാൻ കൊടുക്കണം, അവനിൽ തന്നെ ആശ്രയിക്കണം. എങ്കിൽ എന്റെ ദൈവം അത് സക്സസ് ആക്കി തരും. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം സാധിച്ചു തരുന്നതാണ് ദൈവസഹായം എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യം ദൈവസഹായം. വിഷയം എന്തും ആയിക്കോട്ടെ. ദൈവങ്ങളെ നമുക്കൊന്ന് ശീലിച്ചാലോ, നമുക്ക് ഈ കൃപയൊക്കെ ഒന്ന് പ്രാപിച്ചെടുത്താലോ. എന്തിനാ വെറുതെ കളയുന്നത്? ഇതൊക്കെ നമുക്ക് കിട്ടിയ ട്രഷേഴ്സാ, നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക. ഇതെല്ലാം നമുക്ക് കിട്ടിയ ട്രഷറാ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്നിട്ട് പരാജയപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഒന്ന് മാറിയിട്ട്, സിറ്റുവേഷൻ ഒന്ന് മാറാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഇനി ഞാൻ മാത്തായിയുടെ സുവിശേഷം 27:43 ഒരു കാര്യം പറയുന്നുണ്ട്. യേശുവിന്റെ കാൽവറി മരണത്തിന് സമയത്ത് പറയുന്നൊരു ഭാഗമുണ്ട്. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. പോയിന്റ് മനസ്സിലായി? കർത്താവിനെ കുറിച്ച് പറയാം. കർത്താവ് ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അവന് പ്രസാദം ഉണ്ടെങ്കിൽ ക്രൂശിൽ കിടക്കണം, ഇപ്പൊ വിടുവിക്കട്ടെ. സത്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നവര് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും കൂടെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കും. ഇപ്പൊ ഈ കാര്യം സാധിക്കാൻ വേണ്ടി ആശ്രയിക്കുന്ന പരിപാടി പറ്റില്ല എന്നർത്ഥം. കാര്യം സാധിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെ കുറിച്ച് നീ മുഷീർന്നൊക്കെ പറഞ്ഞ വാക്യമുണ്ട് അല്ലേ, സസ്യവാക്യത്തില്. ഈ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കരുത്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും വേണം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താൻ പോവുക. എങ്കിൽ അവനെ വിടുവിക്കും. അവിടെ പദമുണ്ട്, ഇപ്പോൾ വിടുവിക്കട്ടെ, ഇപ്പോൾ വിടുവിക്കട്ടെ, ഇപ്പോൾ വിടുവിക്കട്ടെ. ഇന്ന് കേട്ട തിരുവചന പ്രകാരം നമ്മളൊന്ന് യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം, രാവിലെ മുതൽ കേട്ട തിരുവചന പ്രകാരം നമ്മളൊന്ന് യഥാസ്ഥാനപ്പെട്ടതിന് ശേഷം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ വിഷയം ഈ ആഴ്ച തന്നെ ദൈവസന്നിധി പരമേൽപ്പിച്ചു. അവനിൽ തന്നെ ആശ്രയിക്കും. നമ്മുടെ ദൈവം അത് നിർവഹിച്ചു തരും. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്ന ദൈവമൊക്കെ ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വാക്കുകളോട് നിർത്തിയാണ്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.